BM സൂപ്പർ വാല്യൂയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. സംസ്ഥാന ഭരണത്തിൽ വൻമാറ്റം കുറിച്ചുകൊണ്ട് UDF ചരിത്ര വിജയം നേടിയപ്പോൾ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള തിരക്കിട്ട ചർച്ചകളിലേക്ക് മുന്നണി കടക്കുന്നു. കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ LDF നേതൃയോഗങ്ങൾ നാളെ ചേരാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ UDF സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അന്തിമ തീരുമാനത്തിനായി ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഇന്ന് നിശ്ചയിക്കും. അതേസമയം ചരിത്രപരമായ പരാജയത്തിന്റെ ആഴം വിലയിരുത്താൻ CPM-ഉം CPI-യും നാളെ നേതൃയോഗങ്ങൾ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം ഗവർണർക്ക് രാജിക്കത്ത് നൽകി കഴിഞ്ഞു. പുതിയ സർക്കാർ വരുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ പോലും ഇത്തവണ വലിയ വിള്ളലുകളുണ്ടായി. 50 വർഷമായി CPM-നോടൊപ്പം നിന്ന വാമനപുരം മണ്ഡലത്തിലടക്കം പാർട്ടിക്ക് കാലിടറി. തോൽവിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ അതോ പുതിയ നേതൃത്വം വരുമോ എന്ന കാര്യത്തിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. 3 ഇടത്ത് അക്കൗണ്ട് തുറക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് BJP. ഘടകകക്ഷികളായ മുസ്ലിം ലീഗും CMP-യുമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തും. മുതിർന്ന നേതാക്കൾ ചർച്ചകൾക്കായി ഉടൻ ഡൽഹിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.